ഫുട്ബോൾ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഇതിഹാസ താരം ലയണൽ മെസ്സി സ്പോർട്സ് ബ്രാൻഡായ അഡിഡാസിന്റെ ഏറ്റവും മികച്ച ബ്രാൻഡ് അംബാസഡറാണ്. എന്നാൽ നൈക്കിയുടെ നഷ്ടമാണ് അഡിഡാസ് നേട്ടമാക്കിയതെന്ന് അറിയാമോ? 2003 പോകാം. റൊസാരിയോയിൽ നിന്നുള്ള ലിറ്റിൽ ബോയ് 16 വയസ്സുകാരനായ മെസ്സി പ്രതിഭ പ്രകടിപ്പിച്ചു തുടങ്ങിയ കാലം ആദ്യത്തെ ബ്രാൻഡ് ഡീൽ നൈക്കിയുമായി പ്രതിവർഷം 10,000 പൗണ്ടാണ് നൈക്കി മെസ്സിക്ക് വാഗ്ദാനം ചെയ്തത്. 2005 ആയപ്പോഴേക്കും മെസ്സി അർജന്റീനയ്ക്കായി അണ്ടർ-20 ഫുട്ബോൾ ലോകകപ്പ് വിജയിച്ചു കഴിഞ്ഞിരുന്നു. ഒപ്പം ബാഴ്സലോണ FC തുറുപ്പുചീട്ടുമായി. എന്നാൽ മെസ്സിയുടെ സാധ്യത നൈക്കി മാത്രം വേണ്ടവിധം തിരിച്ചറിഞ്ഞില്ല. കരാർ അപ്ഗ്രേഡ് ചെയ്യാൻ അവർ തയ്യാറായില്ല. കരാർ തന്നെ ഒരു തട്ടിക്കൂട്ടിടപാടായിരുന്നു, സന്നദ്ധത അറിയിക്കുന്ന ഒരു കത്ത് മാത്രം. ഈ സമയത്ത് ഏതാനും ട്രാക്ക് സ്യൂട്ടുകൾ മെസ്സിയുടെ പിതാവ് നൈക്കിയോട് ആവശ്യപ്പെട്ടു. അത് അവഗണിക്കപ്പെട്ടു. ഈ അപമാനം ഒരു ടേണിംഗ് പോയിന്റായി. അവസരം തിരിച്ചറിഞ്ഞ അഡിഡാസ് പ്രതിവർഷം 7,50,000 പൗണ്ടിന്റെ കരാർ വാഗ്ദാനം ചെയ്യുന്നു. നൈക്കിയെ ഒഴിവാക്കി മെസ്സി അഡിഡാസിന്റെ ബ്രാൻഡ് അംബാസഡറായി. നൈക്കി ഇതിനെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചു. നൈക്കിയുടെ വാഗ്ദാനക്കത്തിന് വിലയില്ലെന്നും മെസ്സി സ്വതന്ത്രനാണെന്നും കോടതിയുടെ വിധി. മെസ്സിയുമായി ഒരു ദീർഘകാല കരാർ അഡിഡാസ് ഒപ്പിട്ടു. ഇന്ന് $1 ബില്യൺ അഥവാ ഏകദേശം 9,000 കോടി രൂപ വരുന്ന ഇടപാടാണിത്. മെസ്സി എന്ന ബ്രാൻഡ് അംബാസഡർ അഡിഡാസിന് നൽകിയ നേട്ടങ്ങൾ അമൂല്യമാണ്. ഉദാഹരണത്തിന് 2020 മെസ്സി US ക്ലബായ ഇന്റർ മിയാമിയിൽ ചേർന്നപ്പോൾ അഡിഡാസിന്റെ ഓഹരി മൂല്യം ഒറ്റ ദിവസം 10% കുതിച്ചത്. $10 ബില്യൺ വിപണി മൂല്യത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. മെസ്സി ഇല്ലെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മറ്റൊരു ഗോട്ടിനെ വെച്ച് നൈക്കി പരിക്കൊഴിവാക്കി. എന്നാലും മെസ്സിയെ തടയാനുള്ള തീരുമാനം $10 ബില്യൺ നഷ്ടം നൈക്കിക്കുണ്ടാക്കിയെന്നാണ് അനുമാനം. നൈക്കിയുടെ ട്രാക്ക് സ്യൂട്ട് വങ്കത്വം സ്പോർട്സ് ചരിത്രത്തിലെ തന്നെ വിലയേറിയ അബദ്ധങ്ങളിലൊന്നായാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത്.